ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിൽ അത്യാവശ്യം മഴ പെയ്തു. ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം മഴയെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളുണ്ട്, മറ്റു ചില അത്യാവശ്യം വാർത്തകളും ഒക്കെയുണ്ട്. വയനാട്ടിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ കാര്യമായി മഴ പെയ്യുമെന്നാണ് ഒരു പ്രതീക്ഷ. നമുക്ക് ആരംഭിക്കാം പ്രൈം ടൈം വിത്ത് SKN. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ആദ്യം ഞാനൊരു അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ് പോകുന്നത്. മലക്കപ്പാറയിൽ കൊക്കയിലേക്ക് വീണ് അരേക്കാപ്പ് കോളനി നിവാസിക്ക് പരിക്കേറ്റു. രവി ചെല്ലപ്പനാണ് അപകടത്തിൽപ്പെട്ടത്. 5 കിലോമീറ്റർ കാനന പാതയിലൂടെ വേണം അരേക്കാപ്പിലേക്ക് നമുക്കെത്താൻ. പാലത്തിലൂടെ നടന്നു പോകുന്നതിനിടെ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കറണ്ട് വന്നല്ലോ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ് സജി, താങ്കൾ അവിടെ പണ്ടുപോയി നമ്മളൊരു ക്യാമ്പയിനൊക്കെ നടത്തിയ സ്ഥലമാണല്ലോ അത്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ഇദ്ദേഹം അപകടത്തിൽപ്പെട്ടത്? SKN ആദ്യമായി അരേക്കാപ്പ് കോളനിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരേ ഒരു മാധ്യമ സംഘം എന്ന് പറയുന്നത് 24-ന്റെ മാധ്യമ സംഘമാണ്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന ഒരു കോളനി കൂടിയുണ്ട്, വീരാൻകുടി. ഈ വീരാൻകുടിയിലേക്കും അരേക്കാപ്പിലേക്കും ഇറങ്ങിച്ചെന്ന ആളുകൾ നമ്മളാണ്. വീരാൻകുടിയിലേക്ക് ഇന്നും ഒരു മാധ്യമ സംഘവും ഇറങ്ങിച്ചെന്നിട്ടില്ല. ഈ വഴി എന്ന് പറയുന്നത് ഈ മലക്കപ്പാറയിലെ പ്രധാന പാതയിൽ നിന്ന് 5 കിലോമീറ്റർ കാനന പാതയായി താണ്ടേണ്ട ഒരു ഇടമാണ്. 1 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ഉൾപ്പെടെ സഞ്ചരിച്ച പാതയാണിത്. അതായത് റെയിലിൻ്റെ മാതൃകയിൽ ഉള്ള ഇരുമ്പ് പാലം ഇട്ടിട്ട് വേണം ഇവർക്ക് ഇതിലൂടെ നടക്കാൻ. അങ്ങനെ ഈ കൊക്കയ്ക്ക് മുകളിലൂടെ ഈ ഇരുമ്പ് റെയിൽ പാളത്തിലൂടെ നടക്കുന്നതിനിടയിലാണ് ഈ രവി ചെല്ലപ്പൻ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് 5:30 കൂടിയായിരുന്നു അപകടം. പിന്നീട് രവി ചെല്ലപ്പൻ ഈ കൊക്കയിലേക്ക് വീഴുന്നു. കൊക്കയിൽ വീണ് ഏറെ ദൂരം ഉരുണ്ട് താഴേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. രവി ചെല്ലപ്പൻ്റെ തലയ്ക്ക് പുറകിലടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നടുവിലടക്കം വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പിന്നീട് ഈ നാട്ടുകാർ തന്നെയാണ് ഈ വിവരം ആദ്യഘട്ടത്തിൽ ഈ കോളനി നിവാസികൾ അറിയിക്കുന്നത്. അവർ അവിടെ നിന്ന് എത്തിയാണ് ഈ രവി ചെല്ലപ്പനെ ഈ കൊക്കയിൽ നിന്ന് എടുത്ത് പിന്നീട് കുറച്ച് ദൂരം എത്തുന്ന സമയത്താണ് ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരടക്കം എത്തുന്നത്. 7:45 രവി ചെല്ലപ്പനെ ഈ മലക്കപ്പാറയിലെ പ്രധാന റോട്ടിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നീട് ഈ രവി ചെല്ലപ്പനെ 7:45 മലക്കപ്പാറയിലെ പ്രധാന പാതയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ഈ ടാറ്റയുടെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ രവി ചെല്ലപ്പനെ നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസ് നിലവിൽ മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 1.5 മണിക്കൂർ യാത്ര ചെയ്തു വേണം ഇവർക്ക് അവിടെ എത്താൻ. പ്രധാനമായും ഈ അരേക്കാപ്പ് കോളനിയെ സംബന്ധിച്ച് അങ്ങോട്ടേക്ക് ഈ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നേരത്തെയും വന്നതാണ്. പക്ഷേ ഈ റോഡ് ഉൾപ്പെടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു പാമ്പുകടി ഏറ്റാൽ പോലും വലിയ ദുരവസ്ഥയാണ് ഈ കോളനിയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ അപകടത്തിൽപ്പെട്ട ആളെ പോലും എത്തിക്കുന്നതിന് തണ്ടിൽ ചുവന്ന ഈ 1.5 കിലോമീറ്റർ അധികം ചുവന്നാണ് ഇവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രവി ചെല്ലപ്പൻ്റെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രവിയെ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കും. ആംബുലൻസ് മലക്കപ്പാറയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ സൂരജ് സജി, താങ്ക് യു. എന്തായാലും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. സംസ്ഥാനത്ത് മഴ തുടരും. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവധിയെടുത്ത റവന്യൂ വകുപ്പ് ജീവനക്കാർ അവധി റദ്ദാക്കി ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറിനും അതുപോലെ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അജീഷിലേക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അജീഷ്, ഈ 5 ജില്ലകളിൽ റെഡ് അലർട്ട് കൂടാതെ മറ്റെന്തെങ്കിലും മുന്നറിയിപ്പ് വന്നിട്ടുണ്ടോ?
ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് നാളെ വയനാട് ജില്ലയടക്കം 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പുതുച്ചേരിയിൽ തീരം തൊട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്ത മഴ ഉണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല തീരദേശ മേഖലയിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. മാത്രമല്ല മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും തിരികെ എത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താങ്ക് യു അജീഷ് ജയകുമാർ. പത്തനംതിട്ടയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോഴും മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്നറിയുന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഷട്ടറുകൾ ഉയർത്തുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ശരിയാണ്. ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ ഇപ്പോഴും കാര്യമായി മഴ പെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഴയുടെ തീവ്രത എത്രമാത്രമുണ്ട്? SKN ഉച്ച മുതൽ ശക്തമായ മഴ തന്നെയാണ് പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ ലഭിക്കുന്നത്. മലയോര മേഖലയായിക്കോട്ടെ, നഗരമേഖലയായിക്കോട്ടെ, ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ, എല്ലാ മേഖലയിലും ശക്തമായ മഴ തന്നെ ലഭിക്കുന്നു. കോന്നിയിൽ ഇത്തരത്തിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടറുടെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത്. മണിയാർ ബാരേജിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പത്തനംതിട്ട നഗരത്തിലും ശക്തമായ മഴ തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 4 മണിക്കൂറായി ശക്തമായ മഴ എല്ലാ മേഖലയിലും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എപ്പോൾ ഉയർത്തുമെന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ മഴ ശക്തമാകും, ഷട്ടറുകൾ ഉയർത്തും. ഇപ്പോൾ തന്നെ ശക്തമായ മഴയാണ് പത്തനംതിട്ട നഗരത്തിൽ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മണിയാർ ബാരേജിൻ്റെ ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളോട്, അച്ചൻകോലാറ്റിൻ്റെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പുലർത്താൻ അറിയിച്ചിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മഴ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും മഴ തുടരുകയാണ്. ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ട്. സ്വാഭാവികമായി റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ശക്തമായ മഴ രാത്രിയിലും പെയ്യുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ആളുകൾ കൃത്യമായി, നമ്മളെ കാണുന്ന ആളുകൾ രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലേക്ക് യാത്ര പോകരുത് എന്നൊരു കർശനമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത് ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ ഒരു ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്. ശക്തമായ മഴയിൽ ശബരിമല പാതയിൽ എരുമേലി അട്ടിവളവിന് സമീപം ഇന്ന് മണ്ണിടിഞ്ഞു. 1 മണിക്കൂറോളം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം ജില്ലയിലെ 5 താലൂക്കുകളിലും കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ശരിയാണ്. ടോബി ജോൺസൺ, എന്താണ് ഇപ്പോൾ കോട്ടയത്തെ അവസ്ഥ? അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും മിക്ക സ്ഥലങ്ങളിലും, അതായത് ജില്ലയുടെ വിവിധ മേഖലകൾ നമ്മൾ പരിശോധിച്ച്, അതായത് കിഴക്കൻ മേഖലയിലാണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. അവിടെ മാത്രമല്ല, മറ്റു പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ കോട്ടയം നഗരത്തിലടക്കം അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് യെല്ലോ അലേർട്ടിലുണ്ടായിരുന്ന ജില്ല ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയത്. അതായത് അതിശക്തമായിട്ട് ഒറ്റപ്പെട്ടുള്ള മഴ പെയ്യുമെന്നാണ് നിർദ്ദേശം, ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ ഉടനീളം ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖനന പ്രവർത്തനങ്ങൾ 4-ാം തീയതി വരെ, ഇന്നു മുതൽ 4-ാം തീയതി വരെ നിരോധിച്ച് ഒരു ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ 5 താലൂക്കുകളിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ മീനച്ചിലാർ, മണിമലയാർ തുടങ്ങിയ 6ന്റെ തീരത്തുള്ളവർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രവചിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 24 മണിക്കൂറിനിടയിൽ 115.6 മില്ലിമീറ്റർ മുതൽ
205.4 മില്ലിമീറ്റർ മഴ വരെ ലഭിക്കുന്നതാണ് അതിശക്തമായിട്ടുള്ള മഴ. അത്തരത്തിലുള്ള മഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മഴ തുടരുന്നതിനിടയിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എരുമേലി കണമല പാതയിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. എന്തായാലും വലിയ അപകടമൊന്നും അതേ തുടർന്ന് ഉണ്ടായില്ല. ഉടൻ തന്നെ അവിടെ എത്തി ആളുകളും അതുപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളും എത്തി ആ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ശബരിമല സീസണാണ്, നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ ഒരു മണ്ണ് മാറ്റുന്ന നടപടിയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അധികം നേരം വാഹനക്കുരുക്കൊന്നും ഉണ്ടായില്ല. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയുടെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും അതിശക്തമായിട്ടുള്ള മഴ വിവിധ മേഖലകളിൽ പെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് മഴയുണ്ട് എന്ന് ടോബി പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പ്രേക്ഷകർ അവധി താടൂ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. വയനാട്ടിലും മറ്റുള്ള ചില പ്രദേശങ്ങളിലുമൊക്കെ അവധി ഉണ്ട് താനും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്യൂഷൻ സെൻ്ററുകൾക്കും അംഗനവാടികൾക്കും ഈ അവധി ബാധകമായിരിക്കും. അതേസമയം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ അവധി ബാധകമായിരിക്കില്ല. മറ്റൊരു ജില്ലയിലും അവധി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ യൂട്യൂബിലെ പല ജില്ലകളിലേക്കും അവധി ചോദിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ട് 5 സ്ഥലത്ത് 5 ജില്ലകളിലുണ്ട്. വയനാട് ഒഴികെ ഒരു സ്ഥലത്തും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഫിൻജാൽ ചുഴലിക്കാറ്റിൽ മരണം 9 തമിഴ്നാട്ടിൽ. പുതുച്ചേരിയിലും ചെന്നൈയിലും 4 പേർ വീതവും തിരുവള്ളൂരിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയും മരിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായി ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ ഇപ്പോഴും റെഡ് അലർട്ട് തുടരുകയാണ്. പുതുച്ചേരിയിൽ 4ഉം തിരുവള്ളൂരിൽ 1 മരണവുമാണ് ഇന്നുണ്ടായത്. പുതുച്ചേരിയിൽ വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങിയപ്പോഴാണ് 2 മൃതദേഹം കണ്ടെത്തിയത്. 2 പേർ ഷോക്കേറ്റ് മരിച്ചു. തിരുവള്ളൂരിൽ വീടിന്റെ ഭിത്തിയിൽ നിന്ന് ഷോക്കേറ്റ സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ചെന്നൈയിൽ ഇന്നലെ 4 പേർ ഷോക്കേറ്റ് മരിച്ചിരുന്നു. ഇന്നലെ രാത്രി കരതൊട്ട ഫിൻജാൽ ചുഴലിക്കാറ്റ് ദുർബലമായ ന്യൂനമർദ്ദമായി മാറി. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലുമാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനു ശേഷം ശക്തമായി മഴ പെയ്തത്. വീടുകളിൽ കുടുങ്ങിയവരെ NDRF, SDRF സംഘങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പുതുച്ചേരിയിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി. വിഴിപ്പുറത്തും കടലൂരിലുമായി 58 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1373 പേരാണ് കഴിയുന്നത്. 11 വീടുകൾ ഭാഗികമായി തകർന്നു. റോഡുകളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. നിരവധി കന്നുകാലികൾ ചത്തു. മന്ത്രിമാരായ സെന്തിൽ ബാലാജിയും SS ശിവശങ്കറും ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. വിഴിപ്പുറത്തും കടലൂരിലും പുതുച്ചേരിയിലും പല ഭാഗങ്ങളിലും വൈദ്യുതിയില്ല. വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങിയതോടെ ചെന്നൈയിലെ ക്യാമ്പുകളിൽ നിന്ന് ഭൂരിഭാഗം പേരും വീട്ടിലെത്തി. 26,000 പേർക്ക് ഇന്ന് അമ്മ ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം വിതരണം ചെയ്തു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും മഴബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു. ചെന്നൈ എയർപോർട്ടിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും പ്രവർത്തനം സാധാരണ നിലയിലായിട്ടുണ്ട്. കടലൂർ, വിഴുപ്പുറം, തിരുവള്ളൂർ, കള്ളക്കുറിച്ചി, കൃഷ്ണഗിരി ജില്ലകളിലും പുതുച്ചേരിയിലും നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. കോട്ടയത്ത് നിന്ന് ഇപ്പോൾ ഒരു അവധിയുടെ വാർത്ത വരുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴയുടെ സാഹചര്യത്തിലാണ് കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ അങ്കണവാടി, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അവധി പ്രഖ്യാപിച്ചത്. എന്നാൽ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഈ അവധി ബാധകമായിരിക്കില്ല എന്നും കോട്ടയത്തെ ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു. 2 താലൂക്കുകൾക്ക് മാത്രമാണ് അവധി, മീനച്ചിൽ താലൂക്കിനും കാഞ്ഞിരപ്പള്ളി താലൂക്കിനും. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ ചെറുപുഴയിൽ 5 വയസ്സുകാരനെ വാട്ടർ ടാങ്കിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശികളുടെ മകൻ വിവേക് മുർമുവാണ് മരിച്ചത്. ചെറുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി നിർമ്മിച്ച വാട്ടർ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, എങ്ങനെയാണ് ഈ അത്യാഹിതം ഉണ്ടായത്?
എസ്കേൻ ഇന്ന് രാത്രിയോടുകൂടിയാണ് വൈകിട്ടോടുകൂടിയാണ് ഈ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി അവിടെ ഒരു നിർമ്മാണ പ്രവർത്തികൾക്കായി ജലം സംഭരിക്കുന്നതിന് വേണ്ടി ഒരു ജലസംഭരണി എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ടാങ്ക് നിർമ്മിച്ചിരുന്നു. ആ ടാങ്കിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. വീണ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ജാർഖണ്ഡ് സ്വദേശികളായ മണി സൊർള ദമ്പതികളുടെ മകനാണ് വിവേക് മുർമു. ഈ ദമ്പതികൾ ഈ ആശുപത്രിയുടെ ഉടമകളായ കോൺവെന്റിലെ തൊട്ടടുത്ത് തന്നെയുള്ള കോൺവെന്റിലെ തൊഴിലാളികളാണ്. ഏതാണ്ട് ഒരു 3 വർഷമായി അവർ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. ഈ 5 വയസ്സുകാരൻ JM UP സ്കൂളിലെ LKG വിദ്യാർത്ഥി കൂടിയാണ്. ഈ മാതാപിതാക്കളുമായി ചെറിയ വഴക്കിട്ട ശേഷം ഈ വിദ്യാർത്ഥി പുറത്തേക്ക് നടന്നു പോയിരുന്നു. പിന്നീട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാണാതെ വന്നതോടുകൂടി വിദ്യാർത്ഥിയെ തിരക്കി അവർ ഈ മാതാപിതാക്കൾ അവിടെ മുഴുവൻ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ആശുപത്രി ജീവനക്കാരും കോൺവെന്റിലെ ആളുകളും ഒക്കെ ചേർന്ന് തിരഞ്ഞു. ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിലാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. പിന്നീട് ഈ വാട്ടർ ടാങ്കിന് തൊട്ട് സമീപത്തെ വിദ്യാർത്ഥിയുടെ ചെരുപ്പുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംശയം ഉണ്ടാവുകയും പിന്നീട് ഈ ടാങ്കിൽ പരിശോധന നടത്തുകയും ചെയ്യുന്ന ആ ഘട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തി അവിടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നാണ് ചെറുപുഴ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഓക്കെ, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. മനു സജിത്ത് പറഞ്ഞു, എസ്കേൻ വയനാട്ടിൽ മഴ പോയിട്ട് ഒരു മഴക്കാർ പോലുമില്ല, പിന്നെ എന്തിനാണ് ഈ അവധി? താങ്കളെ വയനാടിന് ഏത് ഭാഗത്തു നിന്നാണ് ഈ കാര്യം കണ്ടിട്ട് അറിയിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും വയനാട്ടിൽ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPIM നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി പാർട്ടി ഏരിയ സമ്മേളനങ്ങളിൽ പൊട്ടിത്തെറി. തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏരിയ സെക്രട്ടറി പാർട്ടി വിടുമെന്ന് 24 എൻകൗണ്ടർ പ്രൈമിൽ അദ്ദേഹം പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമെന്ന CPI നേതൃത്വം ഇന്ന് വ്യക്തമാക്കി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ സംഘട്ടനത്തിലേക്കും പോർവിളിയിലേക്കും സമ്മേളനങ്ങൾ എത്തിയതോടെ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടിറങ്ങുകയായിരുന്നു. വിഭാഗീയതയിൽ കർശന നടപടിയുണ്ടായേക്കുമെന്ന സന്ദേശം MV ഗോവിന്ദൻ നൽകിയെങ്കിലും പലയിടത്തും സംഘടനാ പ്രശ്നങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരം മംഗലപുരത്ത് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. ജില്ലാ സെക്രട്ടറി V ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മധു കടുത്ത നിലപാട് സ്വീകരിച്ചത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ മധു പരാജയപ്പെട്ടിരുന്നു. M ജലീലാണ് പുതിയ ഏരിയ സെക്രട്ടറി. മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടേക്കും. ഒരു കാരണവശാലും പാർട്ടി ജില്ലാ സെക്രട്ടറി V ജോയി ആയിരിക്കുന്നിടത്തോളം കാലം ഏരിയ സെക്രട്ടറി ആയിട്ട് എനിക്ക് തുറന്നു പോകാനായിട്ട് പറ്റില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സമ്മേളനത്തിൽ ഇറങ്ങി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. തുടർന്ന് എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ CPIM നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് നിർദ്ദേശം. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കരുനാഗപ്പള്ളിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് നിന്ന് വീണ്ടും ഒരു ഓൺലൈൻ തട്ടിപ്പിന്റെ വാർത്ത വരുന്നുണ്ട്. വെർച്വൽ അറസ്റ്റ് ചെയ്തെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് 3,39,213 രൂപ കവർന്നെടുത്തുവെന്ന് വാർത്ത വരുന്നു. മുംബൈ പോലീസ് എന്ന് പരിചയപ്പെടുത്തിയ സംഘമാണ് തട്ടിപ്പ് നടത്തിയത്. MDMA അടങ്ങിയ പാഴ്സൽ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നും അതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പണമടയ്ക്കണമെന്നുമായിരുന്നു ആവശ്യം. ഭയന്ന വീട്ടമ്മ കയ്യിലെ സ്വർണം പണയം വെച്ച് പണമടച്ചു. തട്ടിപ്പെന്ന് മനസ്സിലായതോടെ വീട്ടമ്മ പോലീസിൽ പരാതി കൊടുത്തു. നമ്മൾ എത്രയോ തവണ ഇതിലൂടെ പറഞ്ഞു, തട്ടിപ്പിന് വേണ്ടി നമ്മൾ റോഡിൽ ഇറങ്ങി നിൽക്കരുത്, ആളുകൾ തട്ടിച്ചുകൊണ്ട് പോകും. മാത്രമല്ല വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമില്ല, അതൊരു നോൺസെൻസാണ്. വിർച്വലി അറസ്റ്റ് ചെയ്യാൻ ഒരു അന്വേഷണ ഏജൻസിക്കും ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടാകില്ല. വിർച്വൽ അറസ്റ്റ് ചെയ്യും എന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് പോലീസിനെ ഇടപെടുത്തുക, അല്ലെങ്കിൽ നിൻ്റെ മുഖമടച്ചൊരു അടിയാൻ തന്നതിനെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുകയാണ് വേണ്ടത്. എന്താ ചെയ്യുക? എന്തായാലും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തേടാം. പത്തനംതിട്ട തിരുവല്ലയിലെ വിഭാഗീയതയിൽ കടുത്ത നടപടിയുമായി CPIM വരുന്നു. ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി KK കൊച്ചുമോനെ മാറ്റി. ഏരിയ കമ്മിറ്റി അംഗം ജെനോ മാത്യുവിന് താൽക്കാലിക ചുമതലയും കൊടുത്തു. അലങ്കോലമായ തിരുവല്ല നോർത്ത് ലോക്കൽ സമ്മേളനം ഈ മാസം 9-ാം തീയതി നടത്തും. തിരുവല്ല നോർത്ത് ടൗൺ ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയത സംബന്ധിച്ച രൂക്ഷ പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച ഉടനെ തന്നെ സമ്മേളനം അലങ്കോലപ്പെടുകയായിരുന്നു. തിരുവല്ല ഏരിയ സമ്മേളനം ഈ മാസം 11-ന് നടക്കാനിരിക്കെ ടൗൺ നോർത്ത് സമ്മേളനം നടത്താനാവാത്തത് നേതൃത്വത്തിന് മുൻപിൽ വെല്ലുവിളിയായതോടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് പത്തനംതിട്ടയിലെത്തിയത്.
കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. ലോക്കൽ സെക്രട്ടറിയായിരുന്ന കെ കൊച്ചുമോനെ സ്ഥാനത്ത് നിന്ന് നീക്കി. ഏരിയ കമ്മിറ്റി അംഗം ജനോ മാത്യുവിന് പകരം ചുമതല നൽകാനും തീരുമാനം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി പാർട്ടി മുന്നോട്ടേക്ക് പോകുക. അതേസമയം തിരുവല്ലയിൽ വിഭാഗീയതയില്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില കമ്മിറ്റിയിലുണ്ട്, അതെല്ലാം പരിഹരിക്കാൻ തീരുമാനിച്ചു. തിരുവല്ലയിലെ വിഭാഗീയത അവിടെ നടപടിയൊന്നും ഇപ്പോൾ എടുക്കാൻ ആലോചിച്ചിട്ടില്ലല്ലോ. അവിടെ വിഭാഗീയത ഒന്നുമില്ല. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്ത മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് വീണ്ടും താക്കീത് നൽകി. ഈ മാസം 9-ന് ചേരുന്ന സമ്മേളനത്തിൽ ജനോ മാത്യുവിനെ തന്നെ സെക്രട്ടറിയാക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിലെ കൂട്ടപിരിച്ചുവിടൽ തീരുമാനം സാംസ്കാരിക വകുപ്പ് മന്ത്രി റദ്ദ് ചെയ്തു. രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദ് ചെയ്യാൻ നിർദ്ദേശവും കൊടുത്തു. കെ രാധാകൃഷ്ണൻ എംപിയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണ ഉണ്ടായത്. നല്ല കാര്യം. കേരള കലാമണ്ഡലത്തിൻ്റെ അന്ത്യം ഉണ്ടാകാൻ പോകുന്ന പിരിച്ചുവിടലാണ് ഉണ്ടായത് അവിടെ. എന്നാൽ ആ പിരിച്ചുവിടൽ വേണ്ടെന്ന് സർക്കാർ വെച്ചിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ സൂരജ് സജി പിന്നീട് തരും. സംസ്ഥാന തലത്തിൽ വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചെങ്കിലും പുതിയ കാല പ്രവണതകളാണ് ഈ സമ്മേളനകാലത്ത് CPM-നെ പ്രതിസന്ധിയിലാക്കുന്നത്. പാർട്ടി നേതാക്കളുടെ മാഫിയ ബന്ധം മുതൽ സ്വഭാവ ദൂഷ്യം വരെയുള്ള കാര്യങ്ങളാണ് സമ്മേളനങ്ങളെ പിടിച്ചുലയ്ക്കുന്നത്. തുടർഭരണത്തിൻ്റെ ദൂഷ്യങ്ങളാണിതെന്നൊക്കെയാണ് നേതാക്കൾ അടക്കം പറയുന്നത്. വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചെന്ന പ്രഖ്യാപനത്തോടെയാണ് 2015 ആലപ്പുഴ സമ്മേളനത്തിന് കൊടിയിറങ്ങിയത്. എന്നാൽ ഇപ്പോഴും വിഭാഗീയത പല രൂപത്തിൽ CPIM-ൽ നിലനിൽക്കുന്നു. രാഷ്ട്രീയ സംഘടനാ പ്രശ്നങ്ങളാണ് മുൻകാലങ്ങളിൽ വിഭാഗീയമായ ചേരിതിരിവിന് വഴിവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. പ്രാദേശിക തലം മുതലുള്ള നേതാക്കളുടെ മാഫിയ ബന്ധം, മുതലാളിത്ത ചങ്ങാത്തം, സ്വഭാവദൂഷ്യം തുടങ്ങിയ രാഷ്ട്രീയേതര കാരണങ്ങളാണ് ഇപ്പോഴത്തെ ചേരിതിരിവിൻ്റെ അടിസ്ഥാനം. ഇതിൻ്റെ കൃത്യമായ തെളിവാണ് കരുനാഗപ്പള്ളിയിലെ പ്രകടനത്തിലുയർന്ന മുദ്രാവാക്യങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിയും ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തനും തമ്മിലുള്ള അധികാര വടംവലിയാണ് കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങളുടെ കാതൽ. തൊട്ടടുത്തുള്ള കായംകുളം ഏരിയയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം BJP-യിലേക്ക് പോയതാണ് സമ്മേളനകാല വിവാദം. കോൺഗ്രസ് വിട്ടുവന്നയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കിയത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ഓഫീസ് തുറക്കുന്നതിൽ വരെ എത്തി. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് മംഗലപുരത്ത് സെക്രട്ടറി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് വാർത്ത. പ്രാദേശികമായ തർക്കങ്ങളെന്ന് പറഞ്ഞ് നേതൃത്വം ഇതിനെയെല്ലാം ലഘൂകരിക്കുകയാണ്. എന്നാൽ അധികാരവും സ്വാധീനവും കൂടുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രശ്നങ്ങളാണിതെല്ലാമെന്ന് വ്യക്തമാണ്. തുടർഭരണം ലഭിച്ചതോടെ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ അധികാര കേന്ദ്രങ്ങളായി മാറി. ഇതോടെ പാർട്ടിയുടെ നിയന്ത്രണം പിടിക്കാൻ മത്സരമായി. പാർട്ടി ഭരണത്തിലുള്ളപ്പോഴെല്ലാം പ്രധാന അധികാര കേന്ദ്രങ്ങൾ ഏരിയ കമ്മിറ്റികളാണ്. ഏരിയ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതോടെ പ്രശ്നങ്ങൾ ഇനിയും രൂക്ഷമാകാനാണ് സാധ്യത. തുടർഭരണത്തിന്റെ ദൂഷ്യങ്ങൾ പാർട്ടിയിലേക്ക് കടക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് നേരത്തെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കീഴ്ഘടകങ്ങൾ അത് ശ്രദ്ധിക്കുകയോ നേതൃത്വം ഉറപ്പാക്കുകയോ ചെയ്തില്ല. അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇപ്പോഴത്തെ നാണംകെട്ട സംഭവങ്ങൾ. 24, തിരുവനന്തപുരം. ശ്രീരാജ് കാലിക്കറ്റ് ചോദിക്കുന്നു, ഈ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താൻ വരുന്ന ആളുകൾക്ക് നമ്മുടെ നമ്പർ എങ്ങനെ കിട്ടുന്നു എന്നാണ്. അതിനൊക്കെ എന്തെല്ലാം വഴികളുണ്ട്? അവരെയാണോ നമ്മൾ കളി പിടിപ്പിക്കേണ്ടത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനാണ് MP എന്ന നിലയിൽ തൻ്റെ ആദ്യ പരിഗണനയെന്ന് പ്രിയങ്ക ഗാന്ധി MP 24-നോട്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവമായി ഇടപെടണം. പുനരധിവാസം രാഷ്ട്രീയ പ്രശ്നമല്ലെന്നും മാനുഷിക വിഷയമാണെന്നും പ്രിയങ്ക ഗാന്ധി 24-നോട് പറഞ്ഞു. I think one of the main things right now is to provide the rehabilitation for those who have suffered in the recent tragedy. I think that both state and central government need to take it much more seriously and be very proactive on this. It's a humanitarian cause, it's not a political issue. താങ്ക് യു പ്രിയങ്ക ഗാന്ധി. കേരള കലാമണ്ഡലത്തിലെ അധ്യാപകരടക്കമുള്ള താൽക്കാലിക ജീവനക്കാരുടെ കൂട്ടപിരിച്ചുവിടൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി റദ്ദ് ചെയ്തു. രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, എന്തായാലും നല്ലൊരു തീരുമാനമാണ് സാംസ്കാരിക വകുപ്പ് കൈക്കൊണ്ടത്. അല്ലെങ്കിൽ അത് വലിയൊരു നാണക്കേടായി പോയിന് നമ്മുടെ സാംസ്കാരിക വകുപ്പിന്. പറയൂ. SKN, തീർച്ചയായും സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായ ഒരു സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. അവിടെ ഈ കൂട്ടപ്പിരിച്ചുവിടലിലൂടെ ആ സ്ഥാപനത്തിലൂടെ നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ഉദ്ദേശം പോലും അട്ടിമറിക്കുന്ന ഒരു നടപടിയാണ് ഈ കൂട്ടപ്പിരിച്ചുവിടലിലൂടെ ഉണ്ടായത്. അതിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത്
ഈ മുൻ മന്ത്രിയും അതുപോലെ തന്നെ നിലവിൽ ആലത്തൂർ എംപിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണനും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും സജി ചെറിയാനും തമ്മിൽ നടത്തിയ ചർച്ചയാണ്. ഏറെ നേരം ഇരുവരും തമ്മിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചർച്ചകളുണ്ടായിരുന്നു. ഈ ചർച്ചകളുടെ പര്യവസാനം എന്ന നിലയ്ക്കാണ് ഈ ഉത്തരവ് റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നൽകി എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ 125 ഈ അധ്യാപകരെയും അതുപോലെ തന്നെ 125 അധ്യാപക അനധ്യാപകരെയാണ് പിരിച്ചുവിട്ടത്. അവരുടെ ഈ നടപടിയാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. അതിൽ 68 അധ്യാപകരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ആശങ്കയായിരുന്നു ഈ കൂട്ടപ്പിരിച്ചുവിടലിന് പിന്നാലെ നിലനിന്നിരുന്നത്. കാരണം ഈ 68 അധ്യാപകരെ പിരിച്ചുവിടുന്നതോടുകൂടി തന്നെ ഇവരുടെ പഠനമടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ പഠനമടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികളും ഈ പിരിച്ചുവിട്ടപ്പെട്ട ജീവനക്കാരുമടക്കം വലിയ പ്രതിഷേധവുമായി നാളെ രംഗത്ത് എത്താനിരിക്കുകയാണ്. രാധാകൃഷ്ണൻ എംപിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്ന സജി ചെറിയാനുമായി ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ചകൾ നടക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടുന്നു. ഈ ഉത്തരവ് തന്നെ, അതായത് രജിസ്ട്രാറാണ് ഈ ഉത്തരവ് ഇറക്കിയത്, ആ ഉത്തരവ് റദ്ദ് ചെയ്യുന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ എന്ന രജിസ്ട്രാറുടെ തീരുമാനം സംസ്ഥാന സർക്കാർ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അവധി പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവധി ഉള്ളത് വയനാട് ജില്ല, പത്തനംതിട്ട ജില്ല, കോട്ടയത്തെ 2 താലൂക്കുകൾ കാഞ്ഞിരപ്പള്ളി, മീനച്ചലും, അങ്ങനെ 4 സ്ഥലത്ത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, വയനാട് ജില്ലയ്ക്ക് അവധിയാണ്, പത്തനംതിട്ട ജില്ലയ്ക്ക് അവധിയാണ്, കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളി, മീനച്ചൽ താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഭൈരവൻ കണ്ണൂരിൽ നിന്ന് ഒരു കാര്യം അറിയിക്കുന്നു. പ്രിയങ്കയ്ക്ക് SK താങ്ക് യു ഒക്കെ പറയുന്നുണ്ടല്ലോ. ഒരു LDFകാരനാണ് എങ്കിൽ ഇങ്ങനെ എങ്ങനെ പറയുമെന്നാണ് ചോദിക്കുന്നത്. ഭൈരവൻ, താങ്കൾ എൻ്റെ പ്രകടനം ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ താങ്കളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇന്ന് രാവിലെ ഗോവിന്ദൻ മാസ്റ്റർ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്തു എന്ന് താങ്കൾക്ക് മനസ്സിലാകും. സ്ക്രീനിൽ ആര് വന്നാലും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഇതിൽ വെള്ളം ചേർക്കാൻ ഞാൻ താങ്കളെ ഒരു കാരണവശാലും അനുവദിക്കില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് മറ്റൊരു കാര്യം അറിയിക്കുന്നു. രാത്രികാലത്ത് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു കോട്ടയം ജില്ലാ കളക്ടർ. ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. വാഗമൺ, ഇല്ലിക്കൽ കല്ല്, പാർമല, അരുവി, ഇലവീഴ, പുഞ്ചിറ എന്നിവിടങ്ങളിൽ വിലക്കേർപ്പെടുത്തി. ഇന്നു മുതൽ ഡിസംബർ 4 വരെയാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. പിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിലും. ഇന്ന് 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. അതുപോലെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, മീനച്ചൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. ശബരിമല പാതയിൽ മണ്ണിടിഞ്ഞു. ദുർബലമായ ഫിൻജാൽ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലെ മഴക്കെടുതിയിൽ മരണം 9 ഉയർന്നു. പുതുച്ചേരിയിലും വിഴുപ്പുരത്തും അതിശക്തമായ മഴ തുടരുകയാണ്. പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുകയാണ് തന്റെ ആദ്യ പരിഗണനയെന്ന് പ്രിയങ്ക ഗാന്ധി MP 24-നോട്. Things right now is to provide the rehabilitation for those who have suffered in the recent tragedy. I think that both state and central government need to take it much more seriously and be very proactive on this. It's a humanitarian cause, it's not a political issue. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവതരമായ ഇടപെടൽ നടത്തണം. പുനരധിവാസം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, മാനുഷിക പ്രശ്നമാണെന്നും പ്രിയങ്ക ഗാന്ധി MP. കേരള കലാമണ്ഡലത്തിലെ പിരിച്ചുവിടൽ തീരുമാനം റദ്ദാക്കിയ സാംസ്കാരിക വകുപ്പ്. തീരുമാനം കെ രാധാകൃഷ്ണൻ MPയും മന്ത്രി സജി ചെറിയാനും തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ 125 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട രജിസ്ട്രാറുടെ നടപടി റദ്ദാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. CPIഎമ്മിനെ നട്ടം തിരിച്ച് സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറി. തിരുവനന്തപുരം, മംഗലപുരം ഏരിയ സെക്രട്ടറിയെ മാറ്റി. ജില്ലാ സെക്രട്ടറി V ജോയിയുമായുള്ള തർക്കത്തിൽ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. പാർട്ടി വിടുമെന്ന് മധു മുല്ലശ്ശേരി 24-ന്റെ എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞു. പാർട്ടി വിടാനുള്ള തീരുമാനം ഉറച്ച തീരുമാനമാണ്. BJPയിലാണോ? BJPയുടെ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമാണ്. അവരുടെ അടുത്തെല്ലാം അങ്ങനെ ഒരു തീരുമാനം ഞാൻ പറഞ്ഞിട്ടില്ല. 2 ദിവസത്തിനകത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും.
തിരുവല്ലയിലെ വിഭാഗീയതയിൽ കടുത്ത നടപടി. ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ കൊച്ചുമോനെ മാറ്റി. പത്തനംതിട്ട കുടുമണിൽ സ്വന്തം ഏരിയ കമ്മിറ്റിയിലെ മത്സരം ഒഴിവാക്കാനാകാതെ ജില്ലാ സെക്രട്ടറി KP ഉദയ് ഭാനു. UDF-ലേക്കെന്ന വാർത്തകൾ തള്ളി കേരള കോൺഗ്രസ് എം. LDF-ന്റെ അവിഭാജ്യ ഘടകമെന്നും മുന്നണിയിൽ പൂർണ്ണ തൃപ്തിയെന്നും ചെയർമാൻ ജോസ് കെ മാണി 24-നോട്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത പൂർണ്ണമായും വ്യാജ വാർത്തയാണ് എന്ന് വളരെ കൃത്യതയോടുകൂടി ഞാൻ വ്യക്തമാക്കിയാണ്. അതുമാത്രമല്ല, നമുക്ക് കാണാൻ അന്തരീക്ഷത്തിൽ നിന്നൊരു വാർത്ത ഉണ്ടാക്കിയത് അത് സത്യവിരുദ്ധമാണ്. മുന്നണിയുടെ ഭാഗമാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലവിലില്ലെന്ന് UDF നേതൃത്വം. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ G. സുധാകരനെ സന്ദർശിച്ച KC വേണുഗോപാൽ സൗഹൃദ സന്ദർശനമെന്ന് ഇരു നേതാക്കളും വെളിപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ശോഭാ സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തി BJP സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട്. C. കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ ശോഭാ സുരേന്ദ്രനും 4 നഗരസഭാ കൗൺസിലേഴ്സും ഇടപെട്ടെന്ന് കണ്ടെത്തൽ. കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ സന്ദീപ് വാര്യർ ഇഫക്റ്റ് ഉണ്ടായെന്നും വിലയിരുത്തൽ. നിങ്ങളൊന്നും മര്യാദയ്ക്ക് നന്നായി നടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയ വിനാശം ഉണ്ടാവും. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. മാധ്യമങ്ങൾക്ക് നേരെ ഭീഷണിയുമായി വീണ്ടും K. സുരേന്ദ്രൻ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായി വിശദ പരിശോധനയ്ക്കൊരുങ്ങി സർക്കാർ. പട്ടികയിലെ അനർഹർ ആരെന്ന് സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി അന്വേഷിക്കും. ക്ഷേമ പെൻഷൻ അർഹരായവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുന്നത് പരിഗണനയിൽ. പെൻഷൻ തട്ടിപ്പുകാർ കൂടുതലും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെന്ന് കണ്ടെത്തൽ. പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്ന പ്രതിപക്ഷ നേതാവ്. മലക്കപ്പാറയിലേക്കുള്ള ദുരിത യാത്രയ്ക്കിടെ കൊക്കയിലേക്ക് വീണ അറേക്കാപ്പ് കോളനി നിവാസിക്കായി തെരച്ചിൽ പൂർത്തിയായി. അപകടത്തിൽപ്പെട്ടത് മലക്കപ്പാറയിൽ എത്താനുള്ള ഏക ഇരുമ്പ് പാലം കടക്കുന്നതിനിടെ. രവി ചെല്ലപ്പനായുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. രാജ്യത്ത് ജനസംഖ്യാ നിരക്ക് കുറയുന്നത് ആശങ്കാജനകമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ഒരു കുടുംബത്തിൽ കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും വേണം. ജനസംഖ്യ കുറഞ്ഞ പല സമൂഹങ്ങളും ഇല്ലാതെയായിട്ടുണ്ടെന്നും RSS മേധാവി. വാർത്തകൾ തുടരുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. വെർച്വൽ അറസ്റ്റ് ചെയ്തു എന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട്ടെ ഒരു വീട്ടമ്മയിൽ നിന്ന് 3,39,000 രൂപ കവർന്നെടുത്തു. മുംബൈ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയ സംഘമാണ് തട്ടിപ്പ് നടത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, നമ്മൾ ഒരുപാട് തവണ ഈ വിർച്വൽ അറസ്റ്റിൻ്റെ ഒരു പോസിബിലിറ്റിയും ഇന്ത്യൻ നിയമത്തിലില്ല, ആരും തട്ടിപ്പിന് വിധേയമാകരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ആളുകൾ പിന്നെയും സ്വർണ്ണമൊക്കെ പണയം വെച്ചുകൊണ്ട് പൈസ അടയ്ക്കുക. എന്താ ചെയ്യുക? വാർത്തകൾ പലതവണ വന്നിട്ടും നിരവധി തവണ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇങ്ങനെയുള്ള കുഴികളിൽ, ചതിക്കുഴികളിൽ ചിലർ ചെന്നു ചാടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത്തവണ തട്ടിപ്പിനിരയായത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ വീട്ടമ്മയാണ്. ഒരാഴ്ച മുൻപാണ് ഇവരുടെ മൊബൈലിലേക്ക് കോൾ വരുന്നത്. അതിൽ മുംബൈ പോലീസാണ് എന്ന് പരിചയപ്പെടുത്തിയ സംഘം ഈ വീട്ടമ്മയോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്തേക്കൊരു പാഴ്സൽ വരുന്നുണ്ട്. ഈ പാഴ്സലിനകത്ത് MDMA ആണുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്കെതിരെ മുംബൈ പോലീസ് കേസെടുക്കുകയും നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പണമടക്കണം. ഇത് കേട്ടപ്പോൾ ഈ വീട്ടമ്മ ആകെ ഭയന്നു. അവർ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച് പണം കണ്ടെത്തുകയും തുടർന്ന് ഈ മുംബൈ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയവർ നൽകിയ അക്കൗണ്ടുകളിലേക്ക് ഈ പണം അടക്കുകയും ചെയ്തു. വീട്ടമ്മ ഇത് വീട്ടിലെ മറ്റാരോടും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് അവിചാരിതമായി ഭർത്താവ് ഇത്തരം തട്ടിപ്പുകളുടെ കഥകൾ ഭാര്യയുമായി പങ്കുവെക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഈ വീട്ടമ്മ തനിക്കും ഇതുപോലെ ഒരു ഫോൺ കോൾ വന്നിരുന്നുവെന്നും താൻ ഇങ്ങനെ പണമടക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം ഭർത്താവിനോട് പറയുന്നത്. ഭർത്താവിന് അതപ്പോൾ തന്നെ ഇത് ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും ചേർന്ന് പന്തീരങ്കാവ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. പന്തീരങ്കാവ് സ്റ്റേഷനിലെത്തി ഇരുവരും പരാതി നൽകി. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള ഫോൺ കോളുകൾക്കൊന്നും മുഖമുണ്ടാകില്ല. ആരാണ് എവിടെ നിന്നാണ് വിളിച്ചത് എന്നൊക്കെ അറിയാത്ത ഒരു സ്ഥിതിയിലാണ് പോലീസും ഉള്ളത്. അതിനാൽ തന്നെ പലപ്പോഴും ഇത്തരം അന്വേഷണങ്ങൾ പല നാളുകളിലേക്ക്, പല ദിവസങ്ങളിലേക്കൊക്കെ നീളുകയാണ് പതിവ്. ഈ പണമൊന്നും പലർക്കും തിരിച്ചു കിട്ടാറുമില്ല. ഏതായാലും ഇത്തരം വാർത്തകൾ SKN ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ മുൻപ് വന്നിട്ടുള്ളതാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക്, തട്ടിപ്പുകളിലേക്ക് പലരും ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സങ്കടകരമായ കാര്യം. SKN. തൃശൂർ വരന്തരപ്പള്ളിയിൽ കീറിയ നോട്ട് മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രതികാരമായി സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾ ബേക്കറി അടിച്ച് തകർത്തു. വരന്തരപ്പള്ളി പൗണ്ട് സെൻറ്ററിലെ ശങ്കര സ്നാക്സ് എന്ന സ്ഥാപനമാണ് അക്രമി തല്ലി തകർത്തത്. ആക്രമണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സജി, എന്തായിരുന്നു ഈ പ്രകോപനം? SKN ഇന്നലെ 6:30 ഈ സംഭവത്തിന്റെ തുടക്കം. വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിലെ വിനോദ് കുമാർ എന്ന ആളുടെ ബേക്കറിയാണ് ഇത്തരത്തിൽ ഈ ആക്രമിക്കപ്പെട്ടത്. 70 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയ ശേഷം ഈ ആക്രമണം നടത്തിയ ആൾ 70 രൂപ കൊടുത്തു. ഒരു 50-ന്റെയും 20-ന്റെയും നോട്ടായിരുന്നു. അതിൽ ഈ 50 രൂപ കീറിയതായിരുന്നു. ഇതോടുകൂടി കടയുടമയായിട്ടുള്ള വിനോദ ഈ നോട്ട് മടക്കി നൽകണം എന്നാവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇയാൾ ഈ സാധനം ഈ കടയിൽ വെച്ചതിന് ശേഷം മടങ്ങി പോവുകയും ചെയ്തു. 7 മണിക്ക് ശേഷം വീണ്ടും ഈ കടയിലെത്തിയ ആൾ ഈ വലിയ രീതിയിൽ കടയിലുണ്ടായിരുന്ന സാധനങ്ങളടക്കം അടിച്ചു പൊട്ടിക്കുകയും ഈ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇവർ ഈ വരന്തരപ്പള്ളി പോലീസിനെ വിവരം അറിയിച്ചാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നൊരു നടപടി ഉണ്ടായത്. പക്ഷേ ഈ പോലീസ് പറയുന്നത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ ഈ കടയുടമ പറയുന്നു ഞങ്ങൾ ഈ പ്രതിയെ കസ്റ്റഡിയിൽ കൈമാറി എന്നുള്ളതാണ് കടയുടമ പറയുന്നത്. അതിൽ പോലീസും ഈ കടയുടമയും തമ്മിൽ വൈരുദ്ധ്യം നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ 50 രൂപയുടെ നോട്ട്, കീറിയ നോട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രകോപനത്തിൽ ഈ കടയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഈ കടയുടമയായിട്ടുള്ള വിനോദ് പറയുന്നത്. എന്തായാലും ഈ പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ പ്രതിയുടെ കൈക്കടക്കം പരിക്കേറ്റിട്ടുണ്ടെന്നും പ്രതി ഈ ചില ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഏതൊരു ആശുപത്രിയിൽ, പോലീസ് പറയുന്ന ഈ ആശുപത്രിയുടെ പേര് ഉൾപ്പെടെ പോലീസ് വ്യക്തമാക്കുന്നില്ല. ഒരു ആശുപത്രിയിൽ പ്രതി ചികിത്സയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് വരന്തരപ്പള്ളി പോലീസ് പറയുന്നത്. പക്ഷേ 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കടയുടമ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഈ വലിയ രീതിയിൽ ഈ 50 രൂപ കീറിയ നോട്ട് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ഈ പ്രകോപിതനായ പ്രതി കട അടിച്ചു തകർക്കുന്ന നിലയുണ്ടായത്. SKN. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വിയോഗത്തിൻ്റെ വാർത്ത വരുന്നു. നിഖിൽ പ്രമേഷാണ് ഈ വാർത്ത അറിയിക്കുന്നത്. സിനിമാ നിർമ്മാതാവ് മനു പത്മനാഭൻ നായർ അന്തരിച്ചു. പാലക്കാട് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. വെള്ളം, കൂമൻ അടക്കം നിരവധി ചിത്രങ്ങൾ നിർമ്മാണ പങ്കാളിയായിരുന്നു അദ്ദേഹം. നേതൃത്വം മനസ്സ് വെച്ചിരുന്നെങ്കിൽ EP ജയരാജൻ എന്നേ BJPയിലെത്തിയേനെ എന്ന് V ഗോപാലകൃഷ്ണൻ. ഏതെങ്കിലും സംസ്ഥാനത്തെ BJPയുടെ പ്രതിനിധിയായോ ഗവർണറായോ ജയരാജൻ ഇതിനകം മാറിയേനെ. G സുധാകരൻ മനസ്സുകൊണ്ട് BJP അംഗത്വം എടുത്തു കഴിഞ്ഞെന്നും V ഗോപാലകൃഷ്ണൻ. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം അവധാനത കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ കണ്ണൂരിലെ ജയരാജന്മാരിൽ പ്രസിദ്ധനായ DYFIയുടെ ആദ്യകാല ഏറ്റവും ആദ്യത്തെ സെക്രട്ടറിയായ EP ജയരാജൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയായി ഗവർണറായോ എന്തെങ്കിലുമൊക്കെയായി മാറിയേനെ എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. G സുധാകരന്റെ പാതി മനസ്സ് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ് എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ പോയതാണ് ഞാൻ. എന്നെ G സുധാകരൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്തെ ഗേറ്റിൽ വന്നാണ് സ്വീകരിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് എന്നെ ആനയിച്ചത്. ആ സ്വീകരണം ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള സ്വീകരണമായിരുന്നു എന്ന് എനിക്ക് വ്യക്തമാണ്. കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഗോപാലകൃഷ്ണൻ ഇത് നല്ല ഉറപ്പാണെന്ന് തോന്നുന്നല്ലോ പറയുന്നത് കേട്ടിട്ട്, പറയൂ.
SKN ബി ഗോപാലകൃഷ്ണൻ അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉറപ്പ് എന്ന മട്ടിലൊക്കെയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം. തളിപ്പറമ്പിൽ BJPയുടെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഈ മട്ടിലുള്ള അവകാശവാദം അദ്ദേഹം നടത്തിയത്. നേരത്തെ ശോഭാ സുരേന്ദ്രനും EP ജയരാജൻ BJPയിലേക്ക് വരാൻ ശ്രമം നടത്തി എന്ന മട്ടിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായം നൽകി എന്ന തരത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നു. ആ കാര്യത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് പറയാനാണ്, അതൊരു ആരോപണമായാണ് അദ്ദേഹം പറയുന്നത്. BJP നേതൃത്വം അവധാനത കാണിച്ചതുകൊണ്ടാണ്. കാണിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് BJPയിൽ എത്തിയേനെ, ഏതെങ്കിലുമൊക്കെ പദവികളിൽ അദ്ദേഹം ഇരുന്നേനെ. ഗവർണർ പദവിയോ അല്ലെങ്കിൽ BJPയുടെ മറ്റെന്തെങ്കിലും പ്രതിനിധിയായോ ഒക്കെ അദ്ദേഹം വന്നേനെ, മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറായേനെ. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് EP ജയരാജൻ എത്തിയേനെ. അങ്ങനെ മനസ്സ് വെക്കാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. മറ്റൊന്ന് G സുധാകരനെ സംബന്ധിച്ചാണ്. G സുധാകരൻ കുറേയധികം വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ പറഞ്ഞു എന്ന് മാത്രമല്ല അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് അടക്കം അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം കാര്യങ്ങൾ, അത്തരം ഒരു പശ്ചാത്തലം ആലപ്പുഴയെ സംബന്ധിച്ചും G സുധാകരനെ സംബന്ധിച്ചും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മനസ്സുകൊണ്ട് BJP അംഗത്വം G സുധാകരനും അദ്ദേഹത്തിന്റെ ഭാര്യയും എടുത്തുവെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. മാത്രമല്ല പാതി മനസ്സ് ഇപ്പോഴും അങ്ങനെയാണ്. താൻ നേരിട്ട് ആലപ്പുഴയിൽ പോയി G സുധാകരന്റെ വീട്ടിൽ പോയിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു, തന്നെ നല്ല നിലയ്ക്കാണ് സ്വീകരിച്ചത്. ഇരുവരുമായും, അതായത് G സുധാകരനുമായും ഭാര്യയുമായും ഒക്കെ സംസാരിച്ചു. മനസ്സുകൊണ്ട് എന്നെ അംഗത്വം എടുത്തു കഴിഞ്ഞു, ആ കാര്യത്തിലും ചിലതൊക്കെ നടക്കും, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന നൽകും വിധമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ, പൊതുപരിപാടിയിലെ പ്രസംഗത്തിന്റെ ആവേശത്തിൽ പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ താൻ നല്ല ഉത്തരവാദിത്തോടു കൂടി പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. SKN. സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ഓമന റജി പറയുന്നു, നല്ല തണുപ്പ്, അത്താഴം കഴിച്ച് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ പോവുക. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമോ ഈ ബുള്ളറ്റിനോ ഈ വാർത്തകളോ ഇതൊക്കെ ആര് കാണും? മനീഷ് മഗിവാൽ ഒരു കാര്യം അറിയിക്കുന്നു. CPM നേതാവ് ബിപിൻ സി ബാബു BJPയിൽ ചേർന്നതിൽ കായംകുളത്ത് CPMൻ്റെ ആഘോഷം. CPM വിട്ടുപോയതിന് കേക്ക് മുറിച്ച് കായംകുളത്ത് അവർ ആഘോഷം നടത്തി. ഭാര്യയും CPM പ്രവർത്തകയുമായ മിനിസ ജബ്ബാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആഘോഷ പരിപാടികൾ നടന്നതെന്നാണ് മറ്റൊരു കൗതുകമുള്ള കാര്യം. ഇനി ഈ വാർത്താപ്പകലിൽ സംഭവിച്ച ചില വാർത്തകളിലൂടെ വാർത്താപ്പകൽ. കൊടകര കുഴൽപ്പണക്കേസിൽ 24 പുറത്തുവിട്ട വെളിപ്പെടുത്തലിന് പിന്നാലെ തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. നീക്കം പ്രാഥമിക മൊഴിയെടുക്കലിൽ സതീഷ് നിർണായക വിവരങ്ങൾ കൈമാറിയതോടെ. കള്ളപ്പണ ഇടപാട് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തിരൂർ സതീഷ് നൽകിയെന്ന് സൂചന. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ വിദഗ്ധ സംഘം നാളെ റിപ്പോർട്ട് കൈമാറിയേക്കും. ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാലും ശക്തമായ നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുഞ്ഞിന്റെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് KC വേണുഗോപാൽ MP. മുനമ്പം ഭൂപ്രശ്നത്തിൽ ഭൂസംരക്ഷണ സമിതിയുടെ സമരം 50-ാം ദിവസത്തിൽ. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ സമരക്കാർ സ്വാഗതം ചെയ്തെങ്കിലും അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാൻ തീരുമാനം. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 16 രൂപ 50 പൈസ. സംസ്ഥാനത്ത് സിലിണ്ടറിന് 17 രൂപ കൂടും. ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ വില 1827 രൂപയായി. വിലവർധന തുടർച്ചയായ 5-ാം മാസം. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങി ആം ആദ്മി പാർട്ടി. ആരുമായും സഖ്യത്തിനില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ ക്രമസമാധാനം കേന്ദ്ര സർക്കാർ ബോധപൂർവം തകർക്കുകയാണെന്ന് ആരോപണം. പ്രൈം ടൈം തുടരുകയാണ്. ചലച്ചിത്ര നിർമ്മാതാവ് മനു പത്മനാഭൻ നായർ അന്തരിച്ചു. പാലക്കാട് വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. വെള്ളം, 10 കൽപ്പനകൾ, കൂമനടക്കം നിരവധി സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിരുന്നു അദ്ദേഹം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. കൂമൻ, വെള്ളം അടക്കമുള്ള സിനിമകളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള പാല സ്വദേശി മനു പത്മനാഭൻ നായർ, 50 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കോയമ്പത്തൂരിൽ നിന്നും ബസ്സിൽ യാത്ര ചെയ്യവേ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. പക്ഷെ പാലക്കാട് ലക്ഷ്മി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. കൂമൻ അടക്കമുള്ള, വെള്ളം അടക്കമുള്ള സിനിമകളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. മറ്റു ചില സിനിമകളുടെ ആലോചനകളിലുമായിരുന്നു അദ്ദേഹം. അതിനിടെയാണ് ഇത്തരത്തിൽ ഇന്ന് ആരോഗ്യ പ്രശ്നം നേരിടുന്നതും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്നതും. സങ്കടകരമായ കാര്യമായി പോയി എന്തായാലും മനു പത്മനാഭൻ നായരുടെ മരണം. ഇനി ശബരിമലയിലേക്ക്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ.
ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടു. മഴയായതുകൊണ്ട് ഉച്ചവരെ ദർശനത്തിന് എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. സന്നിധാനത്ത് ഇപ്പോഴും മഴ തുടരുകയാണ്. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്ത് നിന്നും ചേരുന്നു. അഭിനന്ദ്, ഇപ്പോഴും മഴയുണ്ടോ? മഴ വളരെ തീവ്രമാണോ? അയ്യപ്പ ഭക്തന്മാരുടെ വരവ് പെട്ടെന്ന് കുറഞ്ഞോ? ഞായറാഴ്ചയാണ് ഇന്ന് തിരക്ക് വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മഴ ഒരു വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ സന്നിധാനത്തുണ്ടായിരുന്നു. ഉച്ചവരെ ആ മഴ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം അതിനൊരു ചെറിയ ശമനമുണ്ടായി. പിന്നീട് 3 മണി മുതൽ തുടർച്ചയായി സന്നിധാനത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെറുതായി ഇത് തോന്നി നിൽക്കുന്ന സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഈ തീർത്ഥാടകരുടെ ഈ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവ് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. സാധാരണയായി വലിയ ഒരു ഇടിച്ചു കയറക്കമാണ് ഉണ്ടാകുന്നത്. പമ്പ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കോടമഞ്ഞും ഇവരുടെ ഈ സ്വാമിമാരുടെ യാത്രയ്ക്ക് ഒരു ദുഷ്കരം ആയിരിക്കുകയാണ്. എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള 18ാം പടി ചവിട്ടി എത്തുന്നവർക്കുള്ള സുഗമമായ ഒരു ദർശനമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. കാരണം തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവുണ്ടായതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഉള്ള ഭക്തജനങ്ങൾക്ക് ഇവിടെ ദർശനം നടത്താൻ സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ശബരിമല സന്നിധാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 58,262 ഭക്തജനങ്ങളാണ് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇത് 65,000 കടന്നിരുന്നു ഈ സമയമായപ്പോൾ. പക്ഷേ ഇപ്പോൾ അത് 58,000 മാത്രമേ ഉള്ളൂ. 14,226 പേർ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെയാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്ന് മുഴുവനായും ഒരു കണക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 15 ദിവസം മണ്ഡലകാലം പിന്നിട്ടപ്പോൾ ഭക്തജനങ്ങളുടെ എണ്ണം 11 ലക്ഷം കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അത് 7 ലക്ഷമായിരുന്നു. എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഇന്ന് കുറവുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, YS അഭിനന്ദാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. പാലക്കാട്ടെ പരസ്യ വിവാദത്തിൽ EP ജയരാജൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. പരസ്യം കൊടുത്തത് തങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രങ്ങൾ തന്നെയാണ്. പരസ്യം കൊടുക്കാൻ UDFിൻ്റെ സമ്മതം വാങ്ങണോ എന്നും EP-യുടെ ചോദ്യം. സുന്നിയുടെയും സമസ്തയുടെയും പത്രങ്ങളിൽ പരസ്യം കൊടുത്തതിന് വിമർശിക്കാൻ UDFിന് എന്ത് അവകാശമെന്നും അദ്ദേഹം ചോദിച്ചു. VD സതീശനും K സുധാകരനും ശകുനം മുടക്കികളെന്നും EP ജയരാജൻ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ പല ജില്ലകളിലും അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും അവധി ചോദിച്ചുകൊണ്ട് യൂട്യൂബിൽ ആളുകൾ അണിനിരന്ന് കഴിഞ്ഞു. അവധിയെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളും വാർത്തകളും കൊടുക്കുകയാണ് കേരളം നാളെ. മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ പത്തനംതിട്ട വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. അതുപോലെ കോട്ടയം ജില്ലയിൽ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. വയനാട് ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്നൂർ പൈതൃക ഗ്രാമത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഇനി കാണാം ബാലകൃഷ്ണൻ. നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി CPIM ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലുമൊക്കെ പലതരം പൊട്ടിത്തെറികളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. സമ്മേളനങ്ങളിലെ പ്രശ്നം തീർക്കാൻ ഓടി നടക്കുകയാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശരിയാക്കിയിട്ടും ശരിയാകുന്നില്ലേ? കാണാം M അഫ്സലിൻ്റെ ബാലകൃഷ്ണൻ. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, ചിലയിടത്ത് പൊട്ടിത്തെറി, ചിലയിടത്ത് ഇറങ്ങിപ്പോക്ക്, ചിലയിടത്ത് നേതാക്കന്മാരെ പൂട്ടിടല്. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? മിണ്ടാണ്ടിരുന്നില്ല, അവസാനം മിണ്ടി. സമ്മേളന ഹാളും കടന്ന് പുറത്ത് വന്ന് നല്ലോണം മിണ്ടി. കരുനാഗപ്പള്ളിയിലാണ് വലിയ മിണ്ടലുണ്ടായത്. തികഞ്ഞ ജാഗ്രതയോടെ ഇത് കൈകാര്യം ചെയ്യണം. ഈ പാർട്ടിനെ നന്നാക്കാനാണ് ഒരു മാഷ് സെക്രട്ടറി ആയത്, ഗോവിന്ദൻ മാഷ്. ആ മാഷ് ഇപ്പോൾ ഒരു ദിവസം കരുനാഗപ്പള്ളിയിൽ, അവിടുന്ന് നേരെ പത്തനംതിട്ടക്ക്, ഇപ്പോൾ അതാ മംഗലപുരത്ത്. അങ്ങനെ ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടി നടക്കുകയാണ് സമ്മേളനങ്ങളിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വിട്ടിരിക്കുക.
ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പം അങ്ങോട്ട് പോകും. ലോക്കൽ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലൊക്കെ കേട്ടുകേൾവില്ലാത്ത അജണ്ടകളാണ് ഇപ്പോൾ നടപ്പിലായി കൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. അവിടെ ഇവിടെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്, സഖാക്കള് നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പൊ കണ്ടത് കുലശേഖരപുരത്തെ പുതിയ ഐറ്റം വിപ്ലവമാണ്. ഈ പുതിയ വിപ്ലവത്തിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് വന്ന് രണ്ടു വാക്ക് സംസാരിക്കുവോ? പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. അതെ, സമ്മേളനം നിയന്ത്രിക്കാൻ വന്നവരെ പൂട്ടിയിട്ടു. ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ പരിപാടിയിലല്ല. അല്ല സഖാവേ, ഇതിപ്പോ നമ്മളെ സഖാക്കള് ഒറ്റക്ക് ചെയ്യണതാണോ അതോ പുറത്തുനിന്ന് വല്ല ശക്തികളുണ്ടോ? അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അത് ശരി. അപ്പൊ കുലശേഖരപുരത്ത് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നവരാണ് അല്ലേ? ജില്ലാ കമ്മിറ്റിയാണ്, ഞാൻ സമ്മേളന പ്രതിനിധിയല്ല. അപ്പൊ കുലശേഖരപുരത്ത് പ്രശ്നം ഉണ്ടാക്കിയത് EP സഖാവ് പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് വന്നവരൊന്നും അല്ല. അല്ല സഖാവേ, ഈ EP എന്താ പിന്നെ ഇങ്ങനെ പറയണേ? ഇതുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല എന്ന് നാം കാണണം. അപ്പൊ അടുത്ത പൊല്ലാപ്പ് തിരുവനന്തപുരത്തെ മംഗലപുരത്താണ്. ഒരു കാരണവശാലും പാർട്ടി ജില്ലാ സെക്രട്ടറി ബി ജോയി ആയിരിക്കുന്നിടത്തോളം കാലം ഏരിയ സെക്രട്ടറി ആയിട്ട് എനിക്ക് തുറന്നു പോകാനായിട്ട് പറ്റില്ല. അപ്പൊ പിന്നെ എൻജോയ്. അതിന്റെ ഭാഗമായിട്ടാണ് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. മാഷേ, ഗോവിന്ദ മാഷേ, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുമ്പോൾ സർവതല സ്പർശിയായ എല്ലാ മേഖലയും സഖാക്കൾ ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തും. അത് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണല്ലോ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മംഗലപുരം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ടായിരുന്ന ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയിത്രേ. ഏരിയ സെക്രട്ടറി ആ വഴിക്കിന്റെ അങ്ങനെ അങ്ങോട്ട് പോവോ അതോ തിരിച്ചു വരുമോന്നൊന്നും അറിയില്ല. തുടർന്ന് എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷേ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. EP സഖാവ് പറഞ്ഞ പോലെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പരിശീലനം കഴിഞ്ഞവരാണ് ഈ പ്രശ്നത്തിനൊക്കെ പുറകിലെങ്കിൽ ഗോവിന്ദമാഷ് മാത്രം ഓടി നടന്ന് ശരിയാക്കിയാൽ എത്രത്തോളം ശരിയാവുമെന്ന് കണ്ടറിയണം. AV ജയശങ്കർ ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. തിരുവനന്തപുരം പൂവാറിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും പണമടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച പ്രതികൾ പിടിയിലായി. ഉദയൻകുളങ്ങര, കോടങ്കര, മരിയാപുരം സ്വദേശികളായ നന്ദു, ബിബിജിത്ത് എന്നിവരെയാണ് പൂവാർ പോലീസ് പിടികൂടിയത്. പിടിയിലായത് കുപ്രസിദ്ധ ബൈക്ക് മോഷ്ടാക്കളെന്ന് പോലീസ് പറയുന്നു. പ്രൈം ടൈം വിത്ത് SKN ഇവിടെ പൂർത്തിയാക്കുന്നു.